ഹായ് എവരിവൺ, പുതിയ ക്ലാസ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇതുവരെ എന്തൊക്കെ നോക്കി? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അക്കമിലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ നോക്കി. PO3 നമ്മൾ നോക്കി. PO3 എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. PO3യുടെ ചാർട്ട് എക്സാമ്പിൾ നമുക്ക് ഓർഡർ ബുക്കിൻ്റെ ഒപ്പം തന്നെ നമുക്ക് നോക്കാം. പിന്നെ നമ്മൾ FEG നോക്കി, പിന്നെ പ്രീമിയം ആൻഡ് ഡിസ്കൗണ്ട് നോക്കി, പിന്നെ മാർക്കറ്റ് സ്ട്രക്ചർ നോക്കി, പിന്നെ BOS MS ആ കാര്യങ്ങളൊക്കെ നോക്കി, പിന്നെ ട്രെൻഡ് എന്താ നോക്കി, പിന്നെ ബേസിക് കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് PDRS പെട്ട ഓർഡർ ബുക്കിനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം ഓർഡർ ബുക്ക് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ? അപ്പം ഓർഡർ ബുക്ക് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓർഡർ ബുക്ക് റെഫർ ടു സ്പെസിഫിക് പ്രൈസ് ഏരിയാസ് വെയർ ലാർജ് മാർക്കറ്റ് പാർട്ടിസിപ്പൻസ് സച്ച് ആസ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സ് ഹാവ് പ്രീവിയസ്ലി പ്ലേസ്ഡ് സിഗ്നിഫിക്കൻറ്റ് ബൈ ഓർ സെൽ ഓർഡേഴ്സിനെയാണ് ഓർഡർ ബുക്ക് എന്ന് പറയുന്നത്. ഓർഡർ ബുക്ക് എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് ഏരിയയാണ്. ലാർജ് മാർക്കറ്റ് പ്ലേയേഴ്സ് മാർക്കറ്റിൽ രണ്ട് തരം പ്ലേയേഴ്സ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഒന്ന് നമ്മളെ പോലെയുള്ള റീറ്റെയിൽ ട്രേഡേഴ്സും, രണ്ട് ലാർജ് മാർക്കറ്റ് പ്ലേയേഴ്സ് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സിനെയാണ് ലാർജ് മാർക്കറ്റ് പ്ലേയേഴ്സ് എന്ന് പറയുന്നത്. ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സിനെയാണ് നമ്മൾ ഈ പറയുന്ന ലാർജ് മാർക്കറ്റ് പാർട്ടിസിപ്പൻസ് എന്ന് പറയുന്നത് ഇതിൽ ഉദ്ദേശിക്കുന്നത്. ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേയേഴ്സ് ലാർജ് ഓർഡറിൽ ബൈയോ അല്ലെങ്കിൽ സെൽ ഓർഡേഴ്സോ ഇടുന്ന ഏരിയയാണ് ഓർഡർ ബുക്ക് എന്ന് പറയുന്നത്. ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ എവിടെയാണ് ലാർജ് ബൈയിങ്ങും സെല്ലിങ്ങും പഞ്ച് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിയാൽ നമ്മൾ ഓർഡർ ബുക്ക് കണ്ടുപിടിച്ചു എന്നാണ് അർത്ഥം. അപ്പം ലാർജ് ഓർഡർ ഇൻസ്റ്റിറ്റ്യൂഷൻ ബൈയോ സെല്ലിടുന്ന ഒരു ഏരിയയാണ് ഓർഡർ ബുക്ക് എന്ന് പറയുന്നത്. ടൈപ്സ് ഓഫ് ഓർഡർ ബുക്ക് രണ്ട് വിധത്തിലാണുള്ളത്. ബുള്ളിഷ് ഓർഡർ ബുക്കും പിന്നെ ബിയറിഷ് ഓർഡർ ബുക്കും. ബുള്ളിഷ് ഓർഡർ ബുക്ക് എന്നാൽ എന്താണെന്ന് നമുക്ക് നോക്കാം. ബിയറിഷ് ഓർഡർ ബുക്ക് എന്നാൽ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പം ബുള്ളിഷ് ഓർഡർ ബുക്ക് എന്താണെന്ന് നമുക്ക് ഫസ്റ്റ് നോക്കാം. എ ബുള്ളിഷ് ഓർഡർ ബുക്ക് ദ ലാസ്റ്റ് ബിയറിഷ് ക്യാൻഡിൽ ബിഫോർ ദ പ്രൈസ് മേക്സ് എ സിഗ്നിഫിക്കൻറ്റ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് മൂവ് അറ്റ് ദ കീ ലെവൽ ബിഗ് പ്ലേയേഴ്സ് ഹാവ് പ്ലേസ്ഡ് ബൈ ഓർഡേഴ്സ്. അപ്പം ബുള്ളിഷ് ഓർഡർ ബുക്ക് എന്നാൽ ലാസ്റ്റത്തെ ബിയറിഷ് ക്യാൻഡിലാണ്. എവിടുത്തെ ലാസ്റ്റത്തെ ബിയറിഷ് ക്യാൻഡിൽ ഒരു ഡിസ്പ്ലേസ്മെന്റ് മൂവ് നടക്കുന്നതിന് മുമ്പത്തെ ഒരു ബിയറിഷ് ക്യാൻഡിലിനെയാണ് ബുള്ളിഷ് ഓർഡർ ബുക്ക് എന്ന് പറയുന്നത്. അവിടെ ബിഗ് പ്ലേയേഴ്സ് ഹാവ് പ്ലേസ്ഡ് എ ബൈ ഓർഡേഴ്സ്. ബിഗ് പ്ലേയേഴ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലേയേഴ്സ് ആണ് ബിഗ് പ്ലേയേഴ്സ് എന്ന് പറഞ്ഞു. സ്മാർട്ട് മണി പ്ലേയേഴ്സിനെയാണ് ബിഗ് പ്ലേയേഴ്സ് എന്ന് പറയുന്നത്. ഈ ബിഗ് പ്ലേയേഴ്സ് ബൈ ഓർഡർ ഇട്ടൊരു ഏരിയയാണ് ഓർഡർ ബുക്ക് എന്ന് പറയുന്നത്. അപ്പം ആ ഡിസ്പ്ലേസ്മെന്റ് മൂവിന്റെ മുമ്പുണ്ടാകുന്ന ലാസ്റ്റത്തെ ബിയറിഷ് ക്യാൻഡിലിനെയാണ് ഓർഡർ ബുക്ക് എന്ന് പറയുന്നത്. നമുക്ക് ഇവിടെ ഒരു ഉദാഹരണം നോക്കാം. ഇവിടെ ഇപ്പോൾ ഒരു അക്യുമുലേഷൻ ഫേസ് ഇവിടെ നടന്നു. ഈ അക്യുമുലേഷൻ ഫേസിന് ശേഷം ഇവിടെ ഒരു മാനിപ്പുലേഷൻ ഫേസ് നടന്നു. ആ മാനിപ്പുലേഷൻ ഫേസ് നടക്കുമ്പോൾ ഇവിടെ ലിക്വിഡിറ്റി സീപ്പ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ലിക്വിഡിറ്റി ഗ്രാബ്, ലിക്വിഡിറ്റി സീപ്പ് എന്നൊക്കെയാണ് ഇതിനെ അറിയപ്പെടുന്നത്. ഫേക്ക് മൂവ് നടന്ന് നേരെ അങ്ങോട്ട് തിരിഞ്ഞ് പോകും. അങ്ങനെ ഇവിടെ ഒരു നല്ലൊരു പോക്ക പോയത്. ഇവിടെ ഒരു FEGയോട് കൂടിയുള്ളൊരു നല്ലൊരു വലിയൊരു മൂവ് നടക്കുമ്പോൾ, ഒരു അഗ്രസീവ് മൂവ് നടക്കുമ്പോൾ, ഒരു FEGയോട് കൂടിയുള്ള ഒരു മൂവ് നടക്കുമ്പോൾ ആണ് ഡിസ്പ്ലേസ്മെന്റ് മൂവ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ഒരു ഡിസ്പ്ലേസ്മെന്റ് മൂവ് നടന്നു, ഒരു FEGയോട് കൂടിയുള്ള മൂവ്. അപ്പം ഈ FEGയോട് കൂടിയുള്ള മൂവ് ആർക്കാണ് കൊണ്ടുവരാൻ പറ്റുക? ഹെഡ്ജ് ഫണ്ടേഴ്സ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേയേഴ്സിന്. നമ്മളെ പോലെയുള്ള റീറ്റെയിൽ ട്രേഡേഴ്സിന് ഒരിക്കലും FEG ഡിസ്പ്ലേസ്മെന്റ് മൂവ്, FEG ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് മൂവ് ഒന്നും നമ്മളെ പോലെയുള്ള റീറ്റെയിൽ ട്രേഡേഴ്സിന്റെ ക്യാഷ് ഇട്ടാൽ പോവില്ല. അപ്പം ഇൻസ്റ്റിറ്റ്യൂഷന്റെ ന്യൂ മണി വന്നാൽ തന്നെ പോവുള്ളൂ ഇങ്ങനത്തെ വലിയൊരു മൂവ്. അങ്ങനെ ഒരു വലിയ മൂവ് നടന്നാൽ ഇവിടെ ഉണ്ടാകുന്ന ലാസ്റ്റത്തെ ബിയറിഷ് ക്യാൻഡിലിനെയാണ് ഓർഡർ ബുക്ക് എന്ന് പറയുന്നത്. അവിടെ ആയിരിക്കും ഇൻസ്റ്റിറ്റ്യൂഷൻ ലാർജ് ഓർഡർ ഇട്ടിട്ടുണ്ടാവുക. ഈ വലിയൊരു മൂവ് നടക്കാനും ഉണ്ടാകുന്നതിന് മുമ്പുള്ള ലാസ്റ്റത്തെ ബിയറിഷ് ക്യാൻഡിലിനെയാണ് ബുള്ളിഷ് ഓർഡർ ബുക്ക് എന്ന് പറയുന്നത്. ഈ ബുള്ളിഷ് ഓർഡർ ബുക്കിലേക്ക് പ്രൈസിനെ വീണ്ടും അവരെത്തുക തന്നെ ചെയ്യും. കാരണം എന്താ? അവർക്ക് ഫസ്റ്റ് വാങ്ങിയ ഓർഡറിൻ്റെ പ്രൈസിൽ അവർക്ക് സാധനം വേണം. അപ്പം അവർ ഈ ബുള്ളിഷ് ഓർഡർ ബ്ലോക്കിലേക്ക് സാധനം കൊണ്ട് വരിക തന്നെ ചെയ്യും. നമ്മളെ പോലെ റീറ്റെയിലേഴ്സ് എന്താ ചെയ്യുക വെച്ചാൽ ഇവിടെ ഉണ്ടാവും ഒരു സപ്പോർട്ട്, ഇവിടെ ഉണ്ടാവും റെസിസ്റ്റൻസ്. ഇവിടെ നമ്മൾ ഓൾറെഡി ട്രാപ്പായി, ദെൻ ഇവിടുത്തെ റെസിസ്റ്റൻസ് ബ്രേക്ക് ഔട്ട് ആകുമ്പോൾ നമ്മളെ പോലെയുള്ള റീറ്റെയിലേഴ്സ് ട്രേഡ് എടുക്കും. എന്നിട്ട് SL അതിൻ്റെ താഴെ വെക്കും. ഇവിടെ ഈ അഗ്രസീവ് മൂവ് കാണുമ്പോൾ നമ്മളങ്ങ് ചാടി കയറി എൻ്റർ ആവുകയും ചെയ്യും. നമ്മുടെ SLഉം അവിടെ അവരെടുക്കും. നമ്മൾ SL കളക്ട് ചെയ്തതിന് ശേഷം അവർ നേരെ അവരെ ഫസ്റ്റ് ഓർഡർ ഇട്ട ഓർഡർ ബുക്കിലേക്ക് മാർക്കറ്റ് കൊണ്ടുവന്നതിന് ശേഷം മാർക്കറ്റിനെ ദെൻ ബുള്ളിഷിലോട്ട് തന്നെ കൊണ്ടുപോകും. ഇതിനെയാണ് ബുള്ളിഷ് ഓർഡർ ബുക്ക് എന്ന് പറയുന്നത്. നമുക്ക് ബുള്ളിഷ് ഓർഡർ ബുക്കിന്റെ ഒരു പിക്ചറും കൂടെ നമുക്ക് നോക്കാം. നിങ്ങൾക്ക് ഇവിടെ ഒരു പിക്ചർ കാണാൻ സാധിക്കും. ഇവിടെ ഒരു അക്യുമുലേഷൻ ഫേസ് സംഭവിച്ചു. അതിനുശേഷം ഇവിടെ ഒരു ലിക്വിഡിറ്റി സീപ്പ് നടത്തി ഇവിടെ ഒരു മാനിപ്പുലേഷൻ ഫേസ് ആണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്.
ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റത്തെ ഈ ബിയറിഷ് ക്യാൻഡിൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ഡിസ്പ്ലേസ്മെന്റ് മൂവ് നടന്നിട്ടുണ്ട്. ഇവിടെ ഒരു FVG ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇവിടെ ഒരു ഓർഡർ ബുക്കും ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഈ ലാസ്റ്റത്തെ ഈ ബിയറിഷ് ക്യാൻഡിലിനെയാണ് ഓർഡർ ബുക്ക് എന്ന് പറയുന്നത്. ദെൻ ഈ FVGയിലേക്കും ഈ ഓർഡർ ബ്ലോക്കിൽ മാർക്കറ്റ് മിറ്റിഗേറ്റ് ചെയ്തു ശേഷം മാർക്കറ്റ് ഇവിടുത്തെ ഓർഡേഴ്സ് പിന്നെ എടുത്ത് വീണ്ടും മുകളിലോട്ട് തന്നെ പോയി. ഇതിനെയാണ് ഓർഡർ ബുക്ക് എന്ന് പറയുന്നത്. ലാസ്റ്റത്തെ ബിയറിഷ് ക്യാൻഡിലിനെയാണ് ഓർഡർ ബുക്ക് എന്ന് പറയുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷന്റെ ലാസ്റ്റത്തെ ബൈയിങ് ഓർഡർ ഇട്ടൊരു ഏരിയ ആണത്. ഇതിനെയാണ് ബുള്ളിഷ് ഓർഡർ ബുക്ക് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ബിയറിഷ് ഓർഡർ ബുക്കിന്റെ ഒരു കേസും പാടാം നമുക്ക് നോക്കാം. ബിയറിഷ് ഓർഡർ ബുക്കിന്റെ കേസും പാടാം നമുക്ക് നോക്കാം. ബിയറിഷ് നമ്മൾ നേരത്തെ ബുള്ളിഷ് ഓർഡർ ബുക്കാണ് നമ്മൾ നോക്കിയത്. ബിയറിഷ് ഓർഡർ ബുക്ക് അതിന്റെ നേരെ ഓപ്പോസിറ്റ് കേസാണ് ബിയറിഷ് ഓർഡർ ബുക്ക്. ബിയറിഷ് ഓർഡർ ബുക്ക് ദ ലാസ്റ്റ് ബുള്ളിഷ് ക്യാൻഡിൽ ബിഫോർ ദ പ്രൈസ് മേക്സ് എ സിഗ്നിഫിക്കന്റ് and displacement move at the key level. Big players have placed sell orders. ബിയറിഷ് ഓർഡർ ബുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡിസ്പ്ലേസ്മെന്റ് മൂവ് നടക്കുന്നതിൻ്റെ ലാസ്റ്റത്തെ ബുള്ളിഷ് ക്യാൻഡിലിനെയാണ് ബിയറിഷ് ഓർഡർ ബുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ബിയറിഷ് ഓർഡർ ബുക്കിൻ്റെ എക്സാമ്പിൾ നമുക്ക് നമുക്ക് നോക്കാം. ഇവിടെ ഒരു അക്യുമുലേഷൻ ഫേസ് ക്രിയേറ്റ് ആവുന്നു. ഈ അക്യുമുലേഷൻ ഫേസിന് ശേഷം ഇവിടെ ഒരു ഫേക്ക് ഔട്ട് നടക്കുന്നു. ഈ ഫേക്ക് ഔട്ടിൽ കുറേ ആൾക്കാർ ട്രേഡ് എടുക്കുന്നു. ഇവിടെ ഒരു മാനിപ്പുലേഷൻ നടക്കുന്നു. മാനിപ്പുലേഷനിൽ നിന്ന് ഒരു ഡിസ്പ്ലേസ്മെന്റ് മൂവ് ഇവിടെ താഴത്തോട്ട് നടക്കുന്നു. ആ താഴത്തോട്ട് നടന്നതിന് ശേഷം ഇവിടെ ക്രിയേറ്റ് ആവുന്ന ഈ ലാസ്റ്റ് ഇവിടെ ഒരു ബുള്ളിഷ് ഓർഡർ ബുക്ക് ക്രിയേറ്റ് ആവും. ലാസ്റ്റത്തെ ഒരു ബുള്ളിഷ് ഓർഡർ ബുക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ലാസ്റ്റ് ഓർഡർ ആയിരിക്കും അത്. ഇൻസ്റ്റിറ്റ്യൂഷന് ബിഗ് പ്ലേയേഴ്സ് നടത്തുന്നൊരു സെൽ ഓർഡേഴ്സിൻ്റെ മുമ്പത്തെ ഒരു ലാസ്റ്റ് ബുള്ളിഷ് ക്യാൻഡിൽ. ഇതിനെയാണ് ബിയറിഷ് ഓർഡർ ബുക്ക് എന്ന് പറയുന്നത്. ദെൻ ആ ബിയറിഷ് ഓർഡർ ബുക്കിലേക്ക് മാർക്കറ്റ് വരുന്നു. മാർക്കറ്റ് റീറ്റേഴ്സ് എടുക്കുന്നു പോകുന്നു. ഇതാണ് ബിയറിഷ് ഓർഡർ ബുക്കിൻ്റെ കേസും. ഇവിടെ ഒരു FVG ക്രിയേറ്റ് ആവുന്നു. ഒരു അക്യുമുലേഷൻ നടന്നതിന് ശേഷം ഒരു മാനിപ്പുലേഷൻ നടക്കുന്നു. ആ മാനിപ്പുലേഷനിൽ ഒരു ഓർഡർ ബുക്ക് ക്രിയേറ്റ് ആവുന്നു. ഓർഡർ ബുക്ക് ക്രിയേറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ക്രിയേറ്റ് ആവണം. ദെൻ ഒരു ഡിസ്പ്ലേസ്മെന്റ് മൂവ് ക്രിയേറ്റ് ആവണം. ഡിസ്പ്ലേസ്മെന്റ് മൂവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അഗ്രസീവ് മൂവ്, ഒരു FVGയോട് കൂടിയുള്ള ഒരു അഗ്രസീവ് മൂവ്. നമ്മൾ പറഞ്ഞു FVG ക്രിയേറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ആരും എൻ്റർ ആവണം മാർക്കറ്റിൽ. ഇൻസ്റ്റിറ്റ്യൂഷൻസ് എൻ്റർ ആവണം. നമ്മളെ പോലെയുള്ള റീറ്റെയിൽ ട്രേഡേഴ്സ് എൻ്റർ ചെയ്താൽ ഒരിക്കലും FVGs ക്രിയേറ്റ് ആവില്ല. നമ്മളെ പോലെയുള്ള റീറ്റെയിൽ ട്രേഡേഴ്സ് പലരും പല മാതിരിയാണ് ട്രേഡ് ചെയ്യുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷൻ അവരെല്ലാവരും ഒരുപോലെയാണ് ട്രേഡ് ചെയ്യുന്നത്. അവർക്ക് കൂടുതൽ നോളജും കാര്യങ്ങളും ഉണ്ട്. നമ്മളെ പോലെയുള്ള റീറ്റെയിൽ ട്രേഡേഴ്സിന് ലാക്ക് ഓഫ് നോളജാണ്. അതുകൊണ്ട് നമ്മൾ എല്ലാവരും പല രീതിയിലായിരിക്കും മാർക്കറ്റിൽ എൻ്റർ ആവുന്നത്. ദെൻ നമ്മളെ ഒന്ന് മാനിപ്പുലേറ്റ് ചെയ്തതിന് ശേഷം അവർ എല്ലാവരും ഒരേമാതിരി എൻ്റർ ആവും. അപ്പം ക്രിയേറ്റ് ആവുന്നതാണ് ഓർഡർ ബുക്ക്. അവരുടെ ലാർജ് ബൈയിങ് സെല്ലിങ്ങും ഓർഡർ കണ്ടെത്തുന്ന ലാർജ് ഓർഡർ പഞ്ച് ചെയ്യുന്നൊരു സ്പെസിഫിക് ഏരിയയാണ് ഓർഡർ ബുക്ക്. നമുക്ക് ബിയറിഷ് ഓർഡർ ബുക്കിൻ്റെ ഒരു ഇമേജ് നമുക്ക് നോക്കാം. ഇവിടെ മാർക്കറ്റ് ഇവിടെ അങ്ങനെ ഹൈ ആവുന്നതിന് ശേഷം ഇവിടെ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ക്രിയേറ്റ് ആവുന്നു. ഇവിടെ ഒരു അക്യുമുലേഷൻ ഫേസ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് നടന്നിട്ടുണ്ട്. ദെൻ ഇവിടെ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ക്രിയേറ്റ് ആവുന്നു. ഈ ബുള്ളിഷ് ക്യാൻഡിൽ ക്രിയേറ്റ് ആയതിനു ശേഷം ഇവിടെ ലാർജ് സെല്ലിങ് നടക്കുന്നു. ഒരു ഹ്യൂജ് എമൗണ്ടിൽ ഇവിടെ സെല്ലിങ് നടന്നിരിക്കണം. ഇവിടെ FVGs അങ്ങനെ ക്രിയേറ്റ് ആയിക്കണം. ഇതിനെയാണ് ഡിസ്പ്ലേസ്മെന്റ് മൂവ് എന്ന് പറയുന്നത്. ഈ ഡിസ്പ്ലേസ്മെന്റ് മൂവ് നടക്കുന്നതിന് മുമ്പുള്ള ലാസ്റ്റത്തെ ഈ ബുള്ളിഷ് ക്യാൻഡിലില്ലേ, ഈ ബുള്ളിഷ് ക്യാൻഡിലിനെയാണ് ബിയറിഷ് ഓർഡർ ബുക്ക് എന്ന് പറയുന്നത്. ഈ ഓർഡർ ബ്ലോക്കിലേക്ക് മാർക്കറ്റ് വീണ്ടും തിരിച്ചു വരുന്നു, റീടെസ്റ്റ് എടുക്കുന്നു, പോകുന്നു. ഇതിനെയാണ് ബിയറിഷ് ഓർഡർ ബുക്ക് എന്ന് പറയുന്നത്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ബുള്ളിഷ് ഓർഡർ ബുക്ക്. ഇന്ന് ഗോൾഡിൽ ഒരു ബിയറിഷ് ഓർഡർ ബുക്ക് ക്രിയേറ്റ് ആയിക്കൊണ്ടാണ് ഇപ്പോൾ മാർക്കറ്റ് ഇറങ്ങുന്നത്. അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. ഇവിടെ 1 ഹവറിലത്തെ ഒരു ലിക്വിഡിറ്റി ഇവിടെ സീപ്പ് ചെയ്തുകൊണ്ട് ഈ 1 ഹവറത്തെ ഒരു ലിക്വിഡിറ്റി ഇവിടെ സീപ്പ് ചെയ്താണ്. 1 ഹവറത്തെ ലിക്വിഡിറ്റി സീപ്പ് ചെയ്ത് 1 ഹവറിൽ PDR ഒക്കെ മാർക്കറ്റ് വന്നപ്പോഴാണ് ഇത് നടന്നത്. ഇവിടെ ഒരു അക്യുമുലേഷൻ, ഇവിടെ നല്ലൊരു ബുള്ളിഷ് മൂവ് ക്രിയേറ്റ് ആയി. ഈ ബുള്ളിഷ് മൂവ് ഇവിടെ ക്രിയേറ്റ് ആയി. നമ്മൾ പറഞ്ഞു ബുള്ളിഷ് മൂവ് എന്തിനാക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീമിയത്തിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ സെല്ലാക്കാനാണ്. അങ്ങനെ അവർ നല്ലൊരു ബുള്ളിഷ് മൂവ് ക്രിയേറ്റ് ആക്കിയതിന് ശേഷം ഇവിടെ ഒരു അക്യുമുലേഷൻ ഫേസ് ഇവിടെ ക്രിയേറ്റ് ആക്കി. ഈ അക്യുമുലേഷൻ ഫേസ് ക്രിയേറ്റ് ആക്കിയതിന് ശേഷം ഇവിടെ ചെറുതായിട്ടൊരു മാനിപ്പുലേഷൻ നടത്തി ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് സംഭവിച്ചു. ഇവിടെ ഒരു മാനിപ്പുലേഷൻ സംഭവിച്ചു. ഈ മാനിപ്പുലേഷന് ശേഷം മാർക്കറ്റ് റിവേഴ്സിലായി. ഇവിടെ ഒരു ഡിസ്പ്ലേസ്മെന്റ് മൂവാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഇവിടെ ഒരു FVG ക്രിയേറ്റ് ആയിട്ടുണ്ട്. ദെൻ ഇവിടെ നല്ലൊരു ഡിസ്പ്ലേസ്മെന്റ് മൂവ് നടന്നിട്ടുണ്ട്. ഇവിടെ ഒരു MSS മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. ദെൻ ഇവിടുത്തെ ഈ ലാസ്റ്റത്തെ ഈ ബുള്ളിഷ് ക്യാൻഡിൽ, ഇതിനാണ് ബിയറിഷ് ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത്. ഈ ഓർഡർ ബ്ലോക്കിലേക്ക് മാർക്കറ്റ് വരുന്നു,
റീടെസ്റ്റ് എടുക്കുന്നു, മാർക്കറ്റ് പോകുന്നു താഴോട്ട്. അപ്പം ഇൻസ്റ്റിറ്റ്യൂഷന് നല്ല സെല്ലിംഗ് ആണ് അവർക്ക് വേണ്ടത്. അവർക്ക് ഹ്യൂജ് എമൗണ്ടിൽ സെല് ചെയ്യണം. അവരെന്താ കാട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു, ഇതിനാണ് നമ്മൾ AMD PO3 നമ്മൾ ഫസ്റ്റ് നോക്കിയത്. അപ്പം ഇവിടെ ഒരു അക്യുമുലേഷൻ വേസ് ക്രിയേറ്റ് ആക്കി. അക്യുമുലേഷൻ വേസ് ക്രിയേറ്റ് ആക്കിയതിന് ശേഷം ഇവിടെ ഒരു മാനിപ്പുലേഷൻ വേസ് ക്രിയേറ്റ് ആക്കി. ഈ മാനിപ്പുലേഷൻ വേസ് ക്രിയേറ്റ് ആക്കിയപ്പോൾ തന്നെ ഇവിടെ ഒരു ബിയറിഷ് ഓർബോക്ക് ക്രിയേറ്റ് ആക്കി. ഈ ബിയറിഷ് ഓർബോക്ക് ക്രിയേറ്റ് ആക്കിയതിന് ശേഷം ഇവിടെ ഈ ബിയറിഷ് ഓർബോക്ക് കൺഫേം ആവാനും വേണ്ടി ഇവിടെ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് മൂവ് നടക്കണം. ഇവിടെ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് മൂവ് നടന്നു. FAGയോട് കൂടിയുള്ള ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് മൂവ് നടന്നു. MSSും കിട്ടി. ഇവിടെ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടി. മാർക്കറ്റ് ഷിഫ്റ്റും കിട്ടി. ഇവിടെ ലിക്വിഡിറ്റി സ്വീപ്പും കിട്ടി. ലിക്വിഡിറ്റി സ്വീപ്പ് എന്ന് പറഞ്ഞാൽ ഒരു മാനിപ്പുലേഷൻ നടക്കുമ്പോൾ, ഒരു ഫേക്ക് ഔട്ട് നടക്കുമ്പോൾ ഉണ്ടാകുന്നതാണ് ലിക്വിഡിറ്റി സ്വീപ്പ്. എല്ലാവരും ഒന്ന് പറ്റിക്കപ്പെടുന്നതിനെയാണ് ലിക്വിഡിറ്റി സ്വീപ്പ് എന്ന് പറയുന്നത്. ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ SL എടുക്കുക എന്നതാണ് ലിക്വിഡിറ്റി. റീറ്റെയിൽ ട്രേഡേഴ്സിൻ്റെ SLനെയാണ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. നമുക്ക് ലിക്വിഡിറ്റി എന്തെന്ന് നെക്സ്റ്റ് നമുക്ക് മുഴുവനായിട്ട് നോക്കാം. ലിക്വിഡിറ്റി കുറച്ച് പഠിച്ചാലുണ്ട്. ലിക്വിഡിറ്റി ഏതൊക്കെ തരം ലിക്വിഡിറ്റി ഉണ്ട്, എന്തൊക്കെയാണ് ലിക്വിഡിറ്റി വരുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം. ഈ ഇങ്ങനെ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ഇവിടെ കിട്ടിയാൽ നമുക്ക് പറയാം ലിക്വിഡിറ്റി സ്വീപ്പ് എന്താണ് നോക്കാം. ഇവിടെ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ഇവിടെ കിട്ടി. അതിന് ശേഷം ഇവിടെ ഈ ലാസ്റ്റത്തെ ഈ ബുള്ളിഷ് ക്യാൻഡിലില്ലേ, ഇതിനെയാണ് ബിയറിഷ് ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത്. ഈ ബിയറിഷ് ഓർഡർ ബ്ലോക്കിലേക്ക് മാർക്കറ്റ് വന്നു, റീടെസ്റ്റ് ചെയ്തു, മാർക്കറ്റ് താഴോട്ട് പോയി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നമുക്കിനി ബുള്ളിഷ് ഓർഡർ ബ്ലോക്കിൻ്റെ സിനാരിയോൻ്റെ കേസും നോക്കാം. അതേമാതിരി നമുക്ക് ഇനി കുറച്ച് ചാർട്ട് എക്സാമ്പിൾസൊക്കെ നമുക്ക് നോക്കാം. റിയൽ ചാർട്ട് എക്സാമ്പിളോട്ട് പോകുന്ന മുമ്പ് നമുക്ക് ഓർഡർ ബുക്കിൻ്റെ വേറൊരു കാര്യം പാട് നോക്കാനുണ്ട്. നമുക്കിപ്പോൾ നമ്മൾ എന്തൊക്കെ നോക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഡർ ബുക്ക്, പിന്നെ ടൈപ്സ് ഓഫ് ഓർഡർ ബുക്ക്, ബുള്ളിഷ് ഓർഡർ ബുക്ക്, അതിൻ്റെ ബിയറിഷ് ഓർഡർ ബുക്ക്. നമുക്ക് ഓർഡർ ബുക്ക് വാലിഡ് ആവാൻ വേണ്ടി കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട് ഒരു നല്ലൊരു ഓർഡർ ബുക്കിന് വേണ്ടി. അപ്പം അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് മൂവ് വേണം. ഡിസ്പ്ലേസ്മെൻറ്റ് മൂവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു FAGയോട് കൂടിയുള്ള ഒരു നല്ല ദമ്മ് മൂവ്, നല്ല വോളിയത്തിൽ നല്ലൊരു മൂവ് നടക്കുമ്പോഴാണ്, ഒരു ഹ്യൂജ് ഫണ്ട് ഇറങ്ങുമ്പോഴാണ് ഡിസ്പ്ലേസ്മെൻറ്റ് മൂവ് വരും. ഇങ്ങനെ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് മൂവ് വേണം. ഡിസ്പ്ലേസ്മെൻറ്റ് മൂവ് ആൻഡ് അല്ലെങ്കിൽ അഗ്രസീവ് മൂവ് എന്നൊക്കെ പറയും. പിന്നെ വേണ്ട ഒരു കാര്യമാണ് നമുക്ക് MSS എന്താണ് നമ്മൾ പറഞ്ഞു, ഡൗൺ ട്രെൻഡിൽ വന്നിരിക്കുന്ന ഒരു ചാർട്ടിൻ്റെ റിവേഴ്സലാകുമ്പോഴാണ് മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടുക. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു ഇതുവരെ ഇവിടെ പോയത് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ അങ്ങനെയായിരുന്നു പോയിരുന്നത്. ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ക്രിയേറ്റ് ആവാതെ ഇവിടുത്തെ ലോവർ ഹൈയെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് റിവേഴ്സായി. ഇതിനെയാണ് MSS എന്ന് പറയുക. ഇങ്ങനത്തെ ഒരു MSS കിട്ടണം. അല്ലെങ്കിൽ BOS എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ് ട്രെൻഡിൽ പോയി നിൽക്കുന്നൊരു ചാർട്ട് അപ് ട്രെൻഡിലേക്ക് തന്നെ കണ്ടിന്യൂസ് പോകുമ്പോഴാണ് BOS കിട്ടുക. ഇങ്ങനത്തെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചറോ കിട്ടണം. ഇങ്ങനത്തെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചറിലൊക്കെ ആയിരിക്കും ഓർഡർ ബുക്ക് ക്രിയേറ്റ് ആവുക. ഇനിയിപ്പം ഇവിടെ ഓർഡർ ബുക്ക് ക്രിയേറ്റ് ആവാം. അതേമാതിരി MSSൻ്റെ കേസിൽ ഇവിടെ ഓർഡർ ബുക്ക് ക്രിയേറ്റ് ആവാം. അങ്ങനെയാണ് പോവുക. പിന്നെ വേണ്ട ഒരു കാര്യമാണ് FEG എന്താണെന്ന് നമ്മൾ പറഞ്ഞു. 3 ക്യാൻഡിൽസിന് ഇടയിലുള്ള ഒരു ഗ്യാപ്പിനെയാണ് FEG എങ്ങനെയാണ് ഉണ്ടാകുക വെച്ച് കഴിഞ്ഞാൽ ഹ്യൂജ് എമൗണ്ട് മാർക്കറ്റിലേക്ക് ഇറങ്ങുമ്പോഴാണ് FEG ഉണ്ടാവുക എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഡിസ്പ്ലേസ്മെൻറ്റ് മൂവിൻ്റെ ഈ ലെഗിലൊക്കെ ആയിരിക്കും FEG ഉണ്ടാകുന്നത്. 3 ക്യാൻഡിൽസ് പാറ്റേൺസിൻ്റെ ഇടയിലൊരു FEG രൂപപ്പെടണം. നമുക്ക് വേണ്ടൊരു കാര്യമാണ് മാനിപ്പുലേഷൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ. അതിനാണ് നമ്മൾ ഫസ്റ്റ് അക്യുമുലേഷൻ എടുത്തിട്ടോ ഓർഡർ ബുക്കിൻ്റെ മുമ്പ്. അപ്പം ഈ മാനിപ്പുലേഷനെ തന്നെയാണ് ലിക്വിഡിറ്റി സ്വീപ്പ് എന്ന് പറയുന്നത്. മാനിപ്പുലേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അക്യുമുലേഷനിൽ പോയിക്കൊണ്ടിരിക്കുന്നൊരു ചാർട്ട്, ഒരു ഫേക്ക് മൂവ് നടന്നതിന് ശേഷം ഒരു MSS ഇവിടെ ഈ റേഞ്ചിലുണ്ടാകുന്നതിനെയാണ് ലിക്വിഡിറ്റി സ്വീപ്പ് അല്ലെങ്കിൽ മാനിപ്പുലേഷൻ എന്ന് പറയുന്നത്. അപ്പം ഇതുവരെ ഒരു സൈഡ് വേ ആയിരുന്നു, ഇവിടെ ഒരു ഫേക്ക് മൂവ് ആയിരുന്നു, ഇവിടെയാണ് മാനിപ്പുലേഷൻ രൂപപ്പെടുന്നത്. ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് ലെഗ് ഉണ്ടാകുന്നു. ഇവിടെ ഒരു MSS രൂപപ്പെടുന്നു. ഇവിടെ ഒരു ഓർഡർ ബുക്ക് രൂപപ്പെടുന്നു. ഇവിടെ ഒരു ഇൻഡ്യൂസ്മെൻറ്റ് രൂപപ്പെടുന്നു. ആ ഓർഡർ ബുക്കിലേക്ക് മാർക്കറ്റ് തിരിച്ചു വരുന്നു, പോകുന്നു. ഇതാണ് ഒരു നല്ലൊരു ഓർഡർ ബുക്കിന് വേണ്ട കാര്യങ്ങൾ. ഒരു ഗുഡ് ഓർഡർ ബുക്ക് ക്രിയേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് മൂവ് വേണം, അതേമാതിരി MSS വേണം, അതേമാതിരി FEG വേണം, അതേമാതിരി ലിക്വിഡിറ്റി സ്വീപ്പ് അല്ലെങ്കിൽ മാനിപ്പുലേഷനോ വേണം. അപ്പം ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എന്താണെന്ന് പറഞ്ഞതാണ്. ഇനി നമുക്ക് റിയൽ ചാർട്ട് എക്സാമ്പിളോട്ട് പോകാം. നമുക്കിവിടെ ഒരു ബുള്ളിഷ് ഓർഡർ ബുക്കിൻ്റെ റിയൽ ചാർട്ട് എക്സാമ്പിൾ നോക്കാം. ഇവിടെ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ അക്യുമുലേറ്റ് ആയി. ഇവിടെ മാനിപ്പുലേറ്റ് ആയി. ഇവിടെ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് കിട്ടിയിട്ടുണ്ട്.
ദെൻ ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടിയിട്ടുണ്ട്. BOS ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ, ഒരു കാൻഡിൽ ക്ലോസോട് കൂടിയുള്ള ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടിയിട്ടുണ്ട്. ദെൻ ഇവിടെ നല്ല അഗ്രസീവ് മൂവ് കിട്ടിയിട്ടുണ്ട്. ഒരു അഗ്രസീവായിട്ടുള്ള ഒരു നല്ലൊരു മൂവ് കിട്ടിയിട്ടുണ്ട്. ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് മൂവ്, നല്ലൊരു വൻതോതിലുള്ളൊരു മൂവ് കിട്ടിയിട്ടുണ്ട്. ദെൻ ഇവിടെ നല്ല FEGs ഒക്കെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ദെൻ ഇവിടെ നമ്മൾ പഠിച്ച പ്രീമിയം ഡിസ്കൗണ്ട് നമ്മൾ കണ്ടെത്തുകയാണെങ്കിൽ നമുക്ക് പ്രീമിയത്തിലാണോ ഡിസ്കൗണ്ടിലാണോ നമ്മൾ ഓർഡർ ബുക്ക് എടുക്കുന്നത് നോക്കാം. നമുക്ക് ഇവിടുത്തെ ഒരു സിംഗിൾ ലോയിൽ നിന്ന് നെക്സ്റ്റ് സിംഗിൾ ഹൈയിലേക്ക് പ്ലോട്ട് ചെയ്യാനാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇവിടെയാണ് പ്രീമിയം സോണ്. അപ്പം ഈ FEGസിൽ നിന്ന് നമ്മൾ എൻട്രി എടുക്കരുത്, കാരണം ആ FEGs പ്രീമിയം സോണിലാണ്. അതുകൊണ്ട് ഇവിടെ പ്രീമിയമാണ് 0.5ൻ്റെ മുകളിൽ. അതുകൊണ്ട് ഈ FEGയിൽ നിന്ന് നമ്മൾ ബൈ എൻട്രി ഒരിക്കലും പുഷ് ചെയ്യരുത്. നമുക്ക് ബൈയിലോട്ടാണ് ഓർഡർ ബുക്ക് കിട്ടിയത്. ഈ ഡിസ്കൗണ്ട് ലെവലിലത്തെ ഓർഡർ ബുക്കിൽ നിന്ന് നമുക്ക് എൻട്രി എടുക്കാം. ഇവിടെ ഒരു FEGs ഉണ്ട്. ഈ FEGസിൽ നിന്ന് ഒരിക്കലും എൻട്രി എടുക്കരുത്. ഇവിടുത്തെ ഡിസ്കൗണ്ട് ലെവലിലേക്ക് വന്നാൽ മാത്രം എൻട്രി നോക്കാം. ദെൻ ഇവിടുത്തെ ഈ ലാസ്റ്റത്തെ ബിയറിഷ് ക്യാൻഡിലില്ലേ, ഇതിനെ നമുക്കൊരു ഓർഡർ ബുക്കായി കണക്കൂട്ടാം. ഇതിനെയാണ് ഓർഡർ ബുക്ക് എന്ന് പറയുന്നത്. ഒരു ലിക്വിഡിറ്റി സീപ്പ് കിട്ടിയിട്ടുണ്ട്, ഒരു മാനിപ്പുലേഷൻ ലിക്വിഡിറ്റി സീപ്പ് കിട്ടിയിട്ടുണ്ട്, ദെൻ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് മൂവ് കിട്ടിയിട്ടുണ്ട്, ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടിയിട്ടുണ്ട്, ഒരു FEGs കിട്ടിയിട്ടുണ്ട്. ദെൻ ഇതിനെ നമുക്കൊരു ഇൻഡ്യൂസ്മെൻ്റ് ആയി എടുക്കാം. ഇൻഡ്യൂസ്മെൻറ്റ് എന്താണെന്ന് നമുക്ക് ലിക്വിഡിറ്റി പഠിക്കാം. ഇതിനെ നമുക്കൊരു ഇൻഡ്യൂസ്മെൻ്റ് ആയി എടുക്കാം. ഇവിടെ ഒരു ഓർഡർ ബുക്ക് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഈ ഓർഡർ ബുക്കിലേക്ക് മാർക്കറ്റ് വരുവാന്ന് നമുക്ക് നോക്കാം. ദെൻ ഈ ഓർഡർ ബുക്കിൻ്റെ അടുത്തെത്തി. ദെൻ ഇവിടെ ഒരു ഇൻഡ്യൂസ്മെൻ്റ് ആയി തന്നെ എടുക്കാം. ഈ ഓർഡർ ബുക്കിലേക്ക് വരികയാണെങ്കിൽ മാത്രമേ നമുക്ക് എൻട്രി എടുക്കാം. ദെൻ ഈ ഓർഡർ ബുക്കിലേക്ക് മാർക്കറ്റ് എത്തിയിട്ടുണ്ട്. ഈ ഓർഡർ ബുക്കിൻ്റെ C ലെവൽ നമ്മൾ FEG പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിരുന്നു. C ലെവൽ എന്താണെന്ന്. ഈ മിഡ് പോയിന്റത്തെ ഈ ലൈനില്ലേ, ഈ മിഡ് പോയിന്റിനെയാണ് C ലെവൽ എന്ന് പറയുന്നത്. ഈ മിഡ് പോയിന്റിലേക്ക് മാർക്കറ്റ് വന്നിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് ഒരു ലോങ് എൻട്രി പുഷ് ചെയ്യാവുന്നതാണ്. ഇവിടുന്ന് ഒരു ഫസ്റ്റ് ലോങ് എൻട്രി പുഷ് ചെയ്യരുത്. ഇവിടുന്ന് ഒരു ബുള്ളിഷ് ക്യാൻഡിൽ കൺഫർമേഷൻ കിട്ടിയതിന് ശേഷം ഒരു ലോങ് എൻട്രി പുഷ് ചെയ്യാവുന്നതാണ്. ഇവിടുന്ന് നമുക്കൊരു ലോങ് എൻട്രി പുഷ് ചെയ്യാവുന്നതാണ്. നമുക്ക് TP നമുക്ക് നെക്സ്റ്റ് ബൈ സൈഡ് ലിക്വിഡിറ്റി വരെ നമുക്ക് ടാർഗറ്റ് വെക്കാവുന്നതാണ്. നമുക്ക് ഇതുവരെ ടാർഗറ്റ് വെക്കാവുന്നതാണ്. നെക്സ്റ്റ് വീക്ക് ഹൈ ഇതാവാനാണ് ചാൻസസ് കൂടുതൽ. അപ്പോൾ നമുക്ക് ഇതുവരെ ടാർഗറ്റ് വെക്കാവുന്നതാണ്. നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ ഓർഡർ ബുക്കിലേക്ക് മാർക്കറ്റ് വന്നിട്ടുണ്ട്. ദെൻ നമ്മുടെ TP അടിക്ക് വന്ന് നമുക്ക് നോക്കാം. നമ്മുടെ TP ഹിറ്റ് ആയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. OBയിൽ നിന്ന് എങ്ങനെ എൻട്രി എടുക്കലെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഒരു ബുള്ളിഷ് ഓർഡർ ബുക്കിൻ്റെ എക്സാമ്പിളാണിത്. ഇവിടെ ഒരു ലിക്വിഡിറ്റി സീപ്പ് സംഭവിച്ചു. ദെൻ ഇവിടെ ഒരു അക്യുമുലേഷൻ സംഭവിച്ചു. ഇവിടെ ഒരു മാനിപ്പുലേഷൻ സംഭവിച്ചു. ഇവിടെ ഒരു ലിക്വിഡിറ്റി സീപ്പ് കിട്ടി. ദെൻ ഇവിടെ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ലെഗ് കിട്ടി. നമുക്ക് നല്ലൊരു വൻതോതിലുള്ള ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് മൂവ് കിട്ടി. ലാസ്റ്റത്തെ ബിയറിഷ് ക്യാൻഡിലിനെ അപ്പോൾ ഓർഡർ ബുക്കാക്കി വാലിഡ് ഓർഡർ ബുക്കായി നമ്മൾ എടുത്തു. ദെൻ ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റി ക്രിയേറ്റ് ആയിട്ടുണ്ട്. ദെൻ ഇവിടെ ഒരു ഇൻഡ്യൂസ്മെൻറ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഈ ഇൻഡ്യൂസ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേക്ക് ഏരിയയാണ് ഇൻഡ്യൂസ്മെൻറ്റ് എന്ന് പറയുന്നത്, ഫേക്ക് ലോയാണ് ഇൻഡ്യൂസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു ഇൻഡ്യൂസ്മെൻറ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ ഈ ഇൻഡ്യൂസ്മെൻറ്റിൽ ക്രിയേറ്റ് ആയി ഇവിടെ ഒരു ഇൻഡ്യൂസ്മെൻറ്റ് ക്രിയേറ്റ് ആയി. ഓർഡർ ബുക്കിൻ്റെ C ലെവലിലേക്ക് മാർക്കറ്റ് വന്നു. മാർക്കറ്റ് ആ ഓർഡർ ബുക്കിൽ നിന്നൊരു ബുള്ളിഷ് കൺഫർമേഷൻ കിട്ടിയപ്പോഴാണ് നമ്മൾ എൻട്രി പുഷ് ചെയ്തത്. ദെൻ ബൈ സൈഡ് ലിക്വിഡിറ്റി വരെ നമ്മൾ ടാർഗറ്റ് വെച്ചു. ഇങ്ങനെയാണ് ബുള്ളിഷ് OBയിൽ നിന്ന് എൻട്രി എടുക്കൽ. നമുക്കിനി ബിയറിഷ് OBയുടെ ഒരു കേസും കൂടെ നോക്കാം. ദെൻ നമുക്കിവിടെ നെക്സ്റ്റ് ഒരു ബിയറിഷ് ഓർഡർ ബുക്കിൻ്റെ എക്സാമ്പിളും കൂടെ നമുക്ക് നോക്കാം. നമുക്കിവിടെ ഒരു ലിക്വിഡിറ്റി സീപ്പ് കിട്ടിയിട്ടുണ്ട്. ദെൻ ഇവിടെ ഒരു ബുള്ളിഷ് OB ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ലാസ്റ്റത്തെ ഒരു ബുള്ളിഷ് ക്യാൻഡിലിനെയാണ് ബിയറിഷ് OB എന്ന് പറയുക. സോറി, ഇവിടെ ഒരു ബിയറിഷ് ഓർഡർ ബുക്ക് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ലാസ്റ്റത്തെ ഈ ബുള്ളിഷ് ക്യാൻഡിലിനെയാണ് ബിയറിഷ് ഓർഡർ ബുക്ക് എന്ന് പറയുക. ഈ ഓർഡർ ബുക്കിൽ അപ്പോൾ തന്നെ മിറ്റിഗേറ്റ് ആയിട്ടുണ്ട് ചാർട്ട്. ദെൻ അപ്പോൾ നമുക്ക് ഇതിനൊരു ഓർഡർ ബ്ലോക്ക് ആക്കി എടുക്കാൻ പറ്റും. ഈ മിറ്റിഗേറ്റ് ചെയ്തപ്പോൾ ഇവിടെ ഉണ്ടായൊരു ഓർഡർ ബ്ലോക്ക് ഇതിന് പ്രൊക്കാക്കുലേഷൻ ബ്ലോക്ക് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അതെന്താണെന്നൊക്കെ നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് OB നോക്കാം. അപ്പം ഇതിനൊരു OB ആക്കി എടുക്കാൻ പറ്റും, ഇതിനൊരു ബിയറിഷ് ഓർഡർ ബ്ലോക്ക് ആക്കി എടുക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ ഇതിനൊരു ബിയറിഷ് ഓർഡർ ബ്ലോക്ക് ആക്കി എടുത്തിട്ടുണ്ട്. ഫസ്റ്റത്തെ OBയിൽ ഓർഡർ ബ്ലോക്ക് ആ ഓർഡർ ബ്ലോക്കിൽ മാർക്കറ്റ് മിറ്റിഗേറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ ഇവിടെ ഒരു OB ക്രിയേറ്റ് ആയിട്ടുണ്ട്. ദെൻ ഇവിടെ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഒരു MSS ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ദെൻ ഇവിടെ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ലെഗ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. FEGയോട് കൂടിയുള്ള തന്നെ ഒരു നല്ലൊരു ഡിസ്പ്ലേസ്മെൻറ്റ് ലെഗ് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്.
ദെൻ ഇവിടെ ഒരു സെൽ സൈഡ് ലിക്വിഡിറ്റി ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇവിടെ ഒരു സെൽ സൈഡ് ലിക്വിഡിറ്റി ക്രിയേറ്റ് ആയിട്ടുണ്ട്. ദെൻ ഇവിടെ വേറൊരു കാര്യമുണ്ട്, ഇവിടെ ഒരു ലിക്വിഡിറ്റി സീപ്പ് സംഭവിച്ചിട്ടുണ്ട്. ദെൻ ഇവിടെ ഒരു OB ക്രിയേറ്റ് ആയിട്ടുണ്ട്. ആ OBയിൽ മാർക്കറ്റ് മിറ്റിഗേറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ ഇവിടെ ഒരു MSS ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു സെൽ സൈഡ് ലിക്വിഡിറ്റി ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇവിടെ ഒരു സെൽ സൈഡ് ലിക്വിഡിറ്റി ക്രിയേറ്റ് ആയിട്ടുണ്ട്. ദെൻ ഇവിടെ ഇതിനെ ഒരു OB ആക്കി എടുത്താൽ ഈ OB മിറ്റിഗേറ്റഡ് OB ആണ്. ദെൻ ഇതിനെ നമുക്ക് ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ആക്കി എടുക്കാം. ദെൻ ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ആക്കി എടുക്കാൻ പറ്റും ഇതിനെ. ദെൻ നമുക്ക് മാർക്കറ്റ് നമ്മുടെ ബിയറിഷ് ഷോപ്പിലേക്ക് മാർക്കറ്റ് വരുന്നുണ്ടോ നോക്കാം. നമുക്ക് ഇവിടെ ബിയറിഷ് ഓർഡർ ബ്ലോക്കിലേക്ക് മാർക്കറ്റ് വന്നിട്ടുണ്ട്. ദെൻ ഇവിടെ ഒരു ലിക്വിഡിറ്റി സീപ്പും കിട്ടി. ഈ OBയുടെ C ലെവൽ എടുത്തിട്ടുണ്ട് മാർക്കറ്റ് ബിയറിഷ് ഷോപ്പിയിൽ മാർക്കറ്റ് മിറ്റിഗേറ്റ് ചെയ്തതിനു ശേഷം ഇവിടെ ഒരു ക്യാൻഡിൽ കൺഫർമേഷൻ കിട്ടിയതിന് ശേഷം മാത്രമാണ് എൻട്രി പുഷ് ചെയ്യേണ്ടത്. ദെൻ ഇവിടെ എൻട്രി പുഷ് ചെയ്താൽ SL നമ്മൾ ഈ OBയുടെ ഇവിടെയും TP നമ്മൾ നെക്സ്റ്റ് ലിക്വിഡിറ്റി ആയ നമുക്ക് ഇതുവരെ വെക്കാം. ഇതാണ് ഒരു സേഫ് ലിക്വിഡിറ്റി. കാരണം ഇവിടെ ഒരു OB ക്രിയേറ്റ് ആയതുകൊണ്ട് തന്നെ, ഒരു ബുള്ളിഷ് ഓർഡർ ബുക്ക് ഇവിടെ ക്രിയേറ്റ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ഇൻഡ്യൂസ്മെൻറ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഈ ഇൻഡ്യൂസ്മെൻറ്റ് എന്തായാലും മാർക്കറ്റ് എടുക്കാൻ വരും. ആ ഇൻഡ്യൂസ്മെൻറ്റ് വരെ നമുക്ക് TP വെക്കാം. എന്നാലും നമുക്ക് നല്ലൊരു റിസ്ക് റിവാർഡ് റേഷ്യോയിൽ നമുക്ക് നല്ലൊരു TP എടുക്കാൻ പറ്റും. ദെൻ ഇവിടെ ഒരു ഓർഡർ ബുക്ക് ക്രിയേറ്റ് ആയിട്ടുണ്ട്. മിക്കവാറും ഈ ഓർഡർ ബുക്കിലേക്ക് മാർക്കറ്റ് വരും. ദെൻ അല്ലെങ്കിൽ ഇവിടെ ഒരു ഇൻഡ്യൂസ്മെൻറ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇൻഡ്യൂസ്മെൻറ്റ് ലിക്വിഡിറ്റി സീപ്പ് ചെയ്തിട്ട് മാർക്കറ്റ് മുകളിലോട്ട് തന്നെ പുഷ് ചെയ്യാൻ ചാൻസസ് കൂടുതലാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിൻ്റെ ട്രെൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഓവറോൾ ബുള്ളിഷ് ട്രെൻഡിലാണ് മാർക്കറ്റ്. ട്രെൻഡും കൂടെ നമ്മൾ നോക്കണം. ട്രെൻഡും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് നല്ല നല്ല എൻട്രീസ് പുഷ് ചെയ്യാൻ കഴിയുള്ളൂ. ഓവറോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നല്ലൊരു ബുള്ളിഷ് അപ് ട്രെൻഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ചാർട്ടാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ദെൻ നമ്മൾ സെൽ എൻട്രിയാണ് പുഷ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയൊരു TP എടുത്തിട്ട് പെട്ടെന്ന് നമ്മൾ സേഫായി എക്സിറ്റ് ആവണം. അല്ലെങ്കിൽ നമ്മുടെ SL വന്ന് തൂക്കും. വള്ളി കുടിക്കണ്ടല്ലോ വെറുതെ. അപ്പോൾ നമുക്ക് നോക്കാം നമ്മുടെ TP ഹിറ്റ് ആവേണ്ടത്. നമ്മുടെ TP ഹിറ്റായി ഇവിടുത്തെ ഒരു ഇൻഡ്യൂസ്മെൻറ്റ് സീപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ TP ഹിറ്റായി. ദെൻ നമ്മുടെ മാർക്കറ്റ് നല്ല പുഷ് ചെയ്ത് മാർക്കറ്റ് മുകളിലായിട്ട് തന്നെ പോയി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇവിടെ ഒരു ഇൻഡ്യൂസ്മെൻറ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇവിടെ ഒരു OB ഉണ്ട്. ദെൻ ഇതൊരു ഹയർ ടൈം ഫ്രെയിമിലേക്ക് വെക്കുകയാണെങ്കിൽ ഇവിടെ ഒരു FVGs ഉണ്ട്. ഈ ഹയർ ടൈം ഫ്രെയിമിൻ്റെ കോൺഫ്ലുവൻസും കൂടെ നോക്കണം. ഇവിടെ 1 hour ഒരു FVGs ഉണ്ട്. ഈ FVG എടുത്തിട്ടാണ് മാർക്കറ്റ് മുകളിലോട്ട് പോയത്. അതാണ് ഞാൻ ഈ ഇൻഡ്യൂസ്മെൻറ്റ് വരെ TP വെച്ചത്. അതാണ് TP ഇതുവരെ വെക്കാനുള്ള കാരണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിൻ്റെ ഓവറോൾ ട്രെൻഡ് ബുള്ളിഷാണ്. ഇങ്ങനെ ബുള്ളിഷ് ആവുന്ന കേസിൽ ഇങ്ങനെയാണ് എടുക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ഈ എക്സാമ്പിൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. 1 hour ഞാൻ പറഞ്ഞു ഇവിടെ ഒരു FVG ക്രിയേറ്റ് ആയിട്ടുണ്ടെന്ന്. ഇവിടെ കണ്ടോ നിങ്ങൾ, ഇവിടെ ഒരു FVGs ഉണ്ടായിരുന്നു. FVG മിറ്റിഗേറ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റ് മുകളിലോട്ട് പുഷ് ചെയ്തത്. ദെൻ നമ്മൾ ഇങ്ങനത്തെ ഈ 5 minute എൻട്രി എടുക്കുമ്പോഴും 50 minute എൻട്രി എടുക്കുമ്പോഴും ഈ 1 hour 4 hour കോൺഫറൻസ് കൂടെ നോക്കണം. 1 hour 4 hour FVGs എവിടെയൊക്കെ ഉണ്ട്, ഓർഡർ ബുക്ക് എവിടെയൊക്കെ ഉണ്ട് നോക്കണം. അതിനനുസരിച്ചായിരിക്കും നമ്മൾ എൻട്രി എടുക്കുന്നത്. ദെൻ നമ്മൾ ഈ എൻട്രി പുഷ് ചെയ്യാനുള്ള വേറൊരു കാരണമുണ്ട്. ഇവിടെ 1 hour ഒരു ബുള്ളിഷോ ബിയറിഷ് ഓർഡർ ബുക്ക് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഈ ബിയറിഷ് ഓർഡർ ബുക്കിലേക്ക് വന്നപ്പോഴാണ് 55 minute അതേ ഒരു ഓർഡർ ബുക്ക് കണ്ടപ്പോഴാണ് നമ്മൾ എൻട്രി പുഷ് ചെയ്തത്. ദെൻ നമ്മൾ ഈ 1 hour FVGs വരെയാണ് നമ്മൾ ടാർഗറ്റ് വെച്ചത്. ഈ FVGസിൻ്റെ മുമ്പുണ്ടായ ഒരു ഇൻഡ്യൂസ്മെൻറ്റ്, ഇതിനെയാണ് ഇൻഡ്യൂസ്മെൻറ്റ് എന്ന് പറയുക. ഇൻഡ്യൂസ്മെൻറ്റ് വരെയാണ് നമ്മൾ ടാർഗറ്റ് വെച്ചത്. ദെൻ ഇങ്ങനെയാണ് എൻട്രി എടുക്കേണ്ട മെത്തേഡ്. അല്ലാതെ എല്ലാ ഓർഡർ ബുക്കും ഒരു 5 minute ഒരു ഓർഡർ ബുക്കും ഒരു സെൽ സൈഡ് ലിക്വിഡിറ്റിയും ക്രിയേറ്റ് ആയിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ എൻട്രി വെച്ച് ഇരിക്കുകയല്ല ചെയ്യേണ്ടത്. 5 minute മുമ്പ് ഹയർ ടൈം ഫ്രെയിമിൻ്റെ കോൺഫ്ലുവൻസും അവിടെ നോക്കിയിട്ടാണ് എൻട്രി പുഷ് ചെയ്യേണ്ടത്. ദെൻ TPയും എൻട്രിയും SLും എല്ലാം അങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത്. അപ്പം ടൈം ഫ്രെയിം അലൈൻമെൻറ്റിൽ നമുക്കിത് കൃത്യമായി നോക്കാം. പിന്നെ ഇതിന് പ്രൊക്കാക്കുലേഷൻ ബ്ലോക്ക് നമ്മൾ പറഞ്ഞു. ഓർഡർ ബുക്ക് ഇപ്പോൾ ഒരു ഓർഡർ ബുക്ക് ക്രിയേറ്റ് ചെയ്യുക, ഓർഡർ ബുക്ക് മിറ്റിഗേറ്റ് ചെയ്ത് വേറൊരു OB ക്രിയേറ്റ് ആകുമ്പോഴാണ് പ്രൊക്കാക്കുലേഷൻ ബ്ലോക്ക് ക്രിയേറ്റ് ആവുന്നത്. അപ്പം അതിന് ഓർഡർ ബുക്ക് എന്ന് തന്നെയാണ് പറയുന്നത്.